രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്ന് തറപ്പിച്ചു പറയുകയാണ് ചാണ്ടി ഉമ്മൻ. കോൺഗ്രസ് ഇതുവരെയില്ലാത്ത തിരിച്ചുവരവ് നടത്തുമെന്നും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുമ്പോൾ അദ്ദേഹത്തിന്റെ ഇടതും വലതും നിൽക്കാൻ കേരളത്തിൽ നിന്നും പാർട്ടിക്ക് രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ള എംപിമാർ വേണമെന്നും ദക്ഷിണേന്ത്യയിൽ മുഴുവനും ഇന്ത്യ മുന്നണി ജയിക്കുമെന്നുമാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. മഹാരാഷ്ട്രയിലും സ്ഥിതി മറ്റൊന്നാവില്ല. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ 10 ലക്ഷം പേരാണ് മുംബൈയിൽ അണിനിരുന്നത്. കേരളത്തിൽ പത്രിക സമർപ്പിക്കുമ്പോൾ നടത്തിയ റോഡ് ഷോയും നാം കണ്ടതാണ്. കാസർഗോഡ് ഒരു എംപിയുടെ സാന്നിധ്യമുണ്ടായത് ഉണ്ണിത്താൻ ജയിച്ചപ്പോഴാണ്. ഓരോ കുടുംബത്തിലെയും അംഗമായ ഉണ്ണിച്ചയാവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. തന്റെ പിതാവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന നേതാവാണ് ഉണ്ണിത്താൻ. സോളാർ ആരോപണം ഉയർന്ന കാലത്ത് അദ്ദേഹം പിതാവിന് നൽകിയ പിന്തുണ വലുതായിരുന്നു. ആരോഗ്യം അനുവദിക്കുമെങ്കിൽ തന്റെ അമ്മ കാസർഗോഡ് പ്രചരണത്തിന് വരും. ഉണ്ണിത്താനും അമ്മയും ദൈവവിശ്വാസികളാണ്. ഇരുവരും പ്രാർത്ഥിക്കുന്നത് വേറെ രീതിയിലാണെങ്കിലും എല്ലാം എത്തിച്ചേരുന്നത് ഒരിടത്താണെന്നും ചാണ്ടി ഉമ്മൻ പറയുന്നുണ്ട്. കാസർഗോഡ് ഉണ്ണിത്താൻ ജയിക്കേണ്ടത് വികസനത്തിന് ആവശ്യമാണ്. കാസർഗോഡ് ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവരാൻ ഇതുവരെ ഇടതുമുന്നണി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. കണ്ണൂർ വിമാനത്താവളം കൊണ്ടുവന്നു എന്ന് അവകാശപ്പെടുന്ന ഇടതു സർക്കാരിന് എന്തുകൊണ്ട് കാസർഗോഡ് ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെന്നും ചാണ്ടി ഉമ്മൻ ചോദിച്ചു. കോവിഡ് കാലത്ത് ഇവിടെ സ്ഥാപിച്ച ആശുപത്രി പൊളിച്ചു കൊണ്ടുപോയത് എല്ലാവരും കണ്ടതാണെന്നും വികസന മുരടിപ്പ് മാറാൻ സ്ഥാനാർത്ഥി ജയിക്കണമെന്നും ചാണ്ടി ഉമ്മൻ ചൂണ്ടിക്കാട്ടി. UDFന്റെ സിറ്റിംഗ് സീറ്റാണ് കാസർഗോഡ്. CPM കോട്ടയായ ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ അട്ടിമറി വിജയം സ്വന്തമാക്കുകയായിരുന്നു. ഇത്തവണ മണ്ഡലം എന്തു വില കൊടുത്തും തിരിച്ചു പിടിക്കുമെന്നാണ് CPM അവകാശപ്പെടുന്നത്. സത്യത്തിൽ കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള കാസർഗോഡ് മണ്ഡലത്തിൽ 3 സ്ഥാനാർത്ഥികളും ഒരുപോലെ സജീവമായി പ്രചരണ രംഗത്തുണ്ട്. കേരളത്തിലെ മറ്റു ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒട്ടേറെ പ്രത്യേകതകൾ അവകാശപ്പെടാനുള്ള ഇടമാണ് കാസർഗോഡ്. കൂടാതെ വോട്ടെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിലെ വോട്ടർമാരുടെ സമവാക്യം നിർണായക ഘടകമാവുമെന്നാണ് കരുതപ്പെടുന്നത്. ഹിന്ദുക്കൾക്കും മുസ്ലിം വിഭാഗത്തിനും ശക്തമായ സ്വാധീനമുള്ള മേഖലയാണ് ഈ മണ്ഡലത്തിന് കീഴിൽ വരുന്നത്. കണ്ണൂർ ജില്ലയുടെ ഒരു ഭാഗം ഉൾക്കൊള്ളുന്ന ഇവിടം കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളും ഉൾപ്പെടുന്നതാണ്. ഇവിടെയുള്ള വോട്ടർമാരിൽ 30% മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ്. 58% ഹിന്ദു വോട്ടർമാരും 11% ക്രിസ്ത്യൻ സാന്നിധ്യവും ഇവിടെ ഉണ്ടെന്നാണ് 2011 സെൻസസ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ജാതി രാഷ്ട്രീയത്തിന് പൊതുവെ പ്രാധാന്യം കുറഞ്ഞ ഇവിടെ മതവോട്ടുകൾക്ക് വലിയ സ്ഥാനവുമുണ്ട്. തെക്കൻ കാസർഗോഡ് പൊതുവെ ഇത്തരം സങ്കീർണതകളിൽ നിന്ന് ഒഴിഞ്ഞുമാറി നിൽക്കുന്നുവെങ്കിലും മണ്ഡലത്തിന്റെ ഭാഗമായ വടക്കൻ കാസർഗോഡ് ഈ അന്തരം പ്രകടമാണ്. ഇവിടെ ഒരു പരിധിവരെ 2 പ്രബല മതവിഭാഗങ്ങളുടെയും എങ്ങോട്ടും അറിയുമെന്ന കാര്യം പ്രവചനാതീതമാണ്. കാസർഗോഡ് മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ സ്വീകാര്യനാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. അതിനാൽ ഒരു വട്ടം കൂടി ഇടതുകോട്ടയിൽ ജയം തുടരാമെന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട്. എന്നാൽ പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള വലിയ വിഷയങ്ങളിൽ സ്വീകരിച്ച കടുത്ത നിലപാടിന്റെ പേരിൽ ന്യൂനപക്ഷ വോട്ട് പാളയത്തിൽ എത്തിക്കാമെന്നാണ് ഇടതുമുന്നണി കണക്കുകൂട്ടുന്നത്. BJPയെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ ലഭിച്ച വോട്ട് വർധനവ് ഇക്കുറിയും അതേപടി ഉയർത്താനാവും അവരുടെ ശ്രമം. മലപ്പുറത്തിന് പുറത്ത് മുസ്ലിം ലീഗിന് ശക്തിയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് കാസർഗോഡ്. അത് UDFന് ഗുണകരമാവുമെന്നാണ് ഉണ്ണിത്താൻ കരുതുന്നത്. ലീഗിന്റെ വോട്ടുകൾ പെട്ടിയിലാക്കിയാൽ ജയം തുടരാൻ ഉണ്ണിത്താന് പ്രയാസവും ഉണ്ടാകില്ല. എന്നാൽ ഇടതുമുന്നണി ഇക്കുറി CPM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണനെ ഇറക്കിയാണ് പ്രതിരോധിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ്.